കളിയും ചിരിയും കത്തിയമർന്നത് നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു. ഗുജറാത്തിലെ രാജ്കോട്ടിൽ TRP മാളിലെ ഗെയിം കേന്ദ്രത്തിൽ ഇന്നലെ വൈകുന്നേരം ഉണ്ടായ തീപിടുത്തത്തിൽ കുട്ടികളടക്കം 28 പേർ മരിച്ചു. കളിച്ചിരികൾ കൂട്ടനിലവിളിയിലേക്ക് മാറിയത് പെട്ടെന്നായിരുന്നു. നിലവിളിച്ചവരിൽ പലരും നിമിഷങ്ങൾക്കകം ചാരമായി. കണ്ടുനിന്നവർക്ക് ഞെട്ടലോടെയല്ലാതെ ഓർക്കാനാവുന്നില്ല കൺമുന്നിലെ ഈ ദുരന്തത്തെ. തീപിടിച്ചതോടെ ജനങ്ങൾ നിലവിളിച്ചോടി. പക്ഷേ ചെറിയ വാതിലുകൾ പുറത്തേക്കോടാൻ തടസ്സമായി. പ്ലൈവുഡിൽ തീർത്ത കെട്ടിടത്തെ അതിവേഗം തീ വിഴുങ്ങി. 2 നിലയുള്ള കെട്ടിടത്തിന്റെ താഴെ റിസപ്ഷനാണ്. മുകളിലെ നിലയിലാണ് ചാടിക്കുതിച്ചുയരുന്ന ട്രാംപുലീൻ, ബൌളിംഗ് എന്നിവ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിപ്പോയി. DNA പരിശോധന വേണ്ടിവരുമെന്ന് രാജ്കോട്ട് പോലീസ് കമ്മീഷണർ രാജു ഭാർഗവ. यहाँ पे जो दुखद घटना बनी है उसके तहत पुलिस द्वारा अभी कार्रवाई चालू है और यहाँ का जो मालिक हैं और मैनेजर हैं उनको पुलिस स्टेशन में अभी पूछपरछ के लिए ले गए हैं. अभी नेग्लिजेंस का है गुना और बाकी इसमें अभी आगे जो फायर सेफ्टी वाले हैं उनकी जो रिपोर्ट आएंगी, FSL की रिपोर्ट आएगी, उसके ऊपर से आगे की कार्रवाई नक्की की जाएगी. അവധിക്കാലമായതിനാൽ ഒട്ടേറെ കുട്ടികൾ ഗെയിമിംഗ് സെന്ററിലെത്തിയിരുന്നു. ഇതിന്റെ ഉടമ യുവരാജ് സിംഗ് സോളങ്കി, മാനേജർ നിതിൻ ജെയിൻ എന്നിവർ പിടിയിലായി. അനധികൃതമായാണ് ഗെയിമിംഗ് സെന്റർ പ്രവർത്തിച്ചിരുന്നത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപയും പരുക്കേറ്റവർക്ക് 50,000 രൂപയും അടിയന്തര സഹായം നൽകുമെന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ പ്രഖ്യാപിച്ചു. കെട്ടിടത്തിന് താഴെ വെൽഡിംഗ് ജോലികൾ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്നാണോ തീ പടർന്നതെന്ന് സംശയമുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. രാജ്കോട്ടിലെ ദാരുണ സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. രാജ്കോട്ടിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ, 24. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.